കാണുന്നത്. ആ പെണ്ണുങ്ങളെ അവർക്ക് ആർക്കും അറിയില്ലല്ലോ, അവരെ വണ്ടിയിൽ കേറിയിട്ടും ഇല്ലാന്ന്. ക്യാമറയിൽ ഫോട്ടോ വരുമ്പോണ്ട് ആ പെണ്ണുങ്ങളുടെ ഫോട്ടോ ആയിരിക്കും. കയ്യിൽ കെട്ടിയ ചെല്ലാൻ ഫോം സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുണ്ടെന്ന കാര്യം കാസിംകുട്ടിക്ക് വ്യക്തമാകുന്നത്. ഹെൽമറ്റ് ധരിച്ചിട്ടില്ലെന്ന കാരണത്താൽ 500 രൂപ പിഴ. വാഹനാപകടത്തിൽ തുടയെല്ല് പൊട്ടി നടക്കാനാകാതെ 8 മാസമായി വീട്ടിൽ കഴിയുന്ന അനിൽകുമാർ. ഫോണിൽ മെസ്സേജ് വന്നിട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്തേ വന്ന ചാടി കയറിയിട്ട് ഫൈൻ കൊടുക്കുന്നതിന് മുന്നേ ഒന്നും കൂടി ചെക്ക് ചെയ്യാം. നമുക്ക് വന്നത് തന്നെയാണോ, ആ സ്ഥലത്ത് നമ്മൾ പോയിട്ടുണ്ടോ, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. ഇനി അങ്ങനെ ഒരു പണി കിട്ടിയാൽ എന്ത് ചെയ്യണം? നമ്മളെ ഗവൺമെന്റ് ഇപ്പൊ ഒരു അടിപൊളി ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം ഒരു 3 കേസ് ഞാൻ ചെയ്തു നോക്കിയിട്ട് 100% റിസൾട്ട് ഓക്കെ ആയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ചെയ്യുന്നത്. ഗവൺമെന്റിന്റെ ചലാന്റെ സൈറ്റ് കയറുക, അതിൽ ഫൈൻ ചെക്ക് ചെയ്യണതിന്റെ മേലെ ഉണ്ട് അതിന്റെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചലാൻ അടിച്ചു കൊടുക്കുക. ആ ചലാന്റെ താഴെ റേസ് എ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് റേസ് എ കംപ്ലൈന്റ് ഇവിടെ രജിസ്റ്റർ ചെയ്യാം. ആ കംപ്ലൈന്റ് എന്താണ് വിത്ത് സ്ക്രീൻഷോട്ടോടെ നമ്മുടെ വണ്ടിയല്ല, വല്ല വണ്ടി നമ്പർ മിസ്റ്റേക്കിലി ആണ് എൻ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഫുൾ കംപ്ലീറ്റ് കാര്യങ്ങൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ, നമ്മളെ ചലാൻ അഗെയിൻസ്റ്റ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ടിക്കറ്റ് മീൻസ് ഒരു കംപ്ലൈന്റ് പോർട്ടലായിട്ട് തന്നെ അത് ഓപ്പൺ ആയിട്ട് വരും. ഒരു 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ സമയം എല്ലാം നമുക്ക് നമ്മളെ മൊബൈൽ നമ്പറിലോട്ട് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേ ഇരിക്കും. ഈ ഫൈന് ഒരു 3-4 ദിവസത്തിനുള്ളിൽ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. ഏകദേശം ഒരു 3 കേസ് ഇത് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി.